ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ അച്ചാറാണ്. ഇത് വളരെ സ്വാദിഷ്ടമായൊരു അച്ചാറാണ്. വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. മീനച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായി 1 കിലോ കേരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസുകളാക്കി നുറുക്കി വാങ്ങിച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിലേക്കായിട്ട് ഞാൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഈ മീനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. മീൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച മീൻ എന്തായി എന്ന് നമുക്ക് നോക്കാം. ഇതാ പാകമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് എടുക്കാം. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇഞ്ചി ഏകദേശം ഒരു 50 ഗ്രാം കാണും. ഇഞ്ചിയും വെളുത്തുള്ളിയും അച്ചാറിന് കൂടുതലാകുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഗുണകരവുമാണ്. പിന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നെടുകെ കീറി എടുത്തിരിക്കുന്നു. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പിൽ വച്ചിരിക്കുന്നു. ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. പെട്ടെന്ന് കേടാവുകയുമില്ല. കുറച്ച് അധികം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണമല്ലോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നല്ല കറുമുറേന്ന് മൂക്കണം കേട്ടോ. ഇത് 1-2 മാസം ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ മീൻ നന്നായിട്ട് വറുത്ത് തന്നെ എടുക്കണം. ഇത് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ഈ പാകത്തിന് മൂക്കണം. ഇനി നമുക്ക് ബാക്കി മീനും കൂടി വറുത്തെടുക്കാം. നമ്മൾ രണ്ടാമത് വറുക്കാനിട്ടിരിക്കുന്ന മീനും പാകമായിട്ടുണ്ട്. മീൻ ഇതുപോലെ വറുത്ത് കോരണം. മീൻ വറുത്തു കോരിയ ബാക്കി എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. മീൻ മാഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി,
കുറച്ച് ഉപ്പുപൊടി കൂടി ചേർക്കുന്നു. പൊടികൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറട്ടെ. അച്ചാറിന് കുറച്ച് ചാറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർക്കണം. ഞാനിവിടെ തിളപ്പിച്ച കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് കോരി വച്ചിരിക്കുന്ന മീൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനച്ചാർ ഇതാ റെഡി ആയിരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക്